ചെറുകഥ. ഹാർബർ ടെർമിനസ്. പാസഞ്ചർ ട്രെയിനുകളും ഏതാനും ദീർഘദൂര ട്രെയിനുകളും മാത്രം സർവീസ് ആരംഭിക്കുന്ന തുറമുഖ സ്റ്റേഷനിൽ നിന്നുമായിരുന്നു അയാളുടെ ഗൾഫ് യാത്രയുടെ തുടക്കം. വയസ്സെത്രയായി നിനക്ക്? വിവാഹം കഴിക്കണം. അച്ഛൻ്റെ ശാസനയുടെ സുഖമുള്ള സ്നേഹോപദേശത്തിൽ നിന്നും വഴുതി മാറലായിരുന്നു ഒരർത്ഥത്തിൽ അയാളുടെ ഗൾഫ് യാത്ര. കവിതയും പ്രണയവും കത്തി നിൽക്കുന്ന കാലത്തിന് ഒരു അർദ്ധവിരാമം കൂടിയായിരുന്നു അത്. മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറുവാൻ അടുത്ത ബന്ധുക്കളോടും അയൽക്കാരോടും കൂട്ടുകാരോടുമൊത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്തിനെയൊക്കെയോ വേറിട്ട് പോകുന്നതിൻ്റെ നൊമ്പരം അയാളുടെ ഉള്ളിലെവിടെയോ നീറിക്കൊണ്ടിരുന്നു. ഒന്നും പറയാനാകാതെ വിങ്ങുന്ന മനസ്സുമായി നിന്ന അച്ഛൻ്റെ മുഖമായിരുന്നു അയാളെ ഏറെ സങ്കടപ്പെടുത്തിയത്. ആ മനസ്സറിഞ്ഞ് സമാധാനിപ്പിക്കാനായി അയാൾ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. ട്രെയിൻ യാത്രയാരംഭിക്കുന്ന സ്റ്റേഷനിലായതിനാലാവണം മറ്റു സ്റ്റേഷനുകൾ പോലെയുള്ള തിക്കും തിരക്കുമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. യാത്രിയോം കൃപയാ ധ്യാൻ ദീജിയെ. ട്രെയിൻ പുറപ്പെടുവാനുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ അയാൾ തന്നെ യാത്രയാക്കാനെത്തിയ ഓരോരുത്തരോടും യാത്ര പറഞ്ഞു. ഫോൺ ചെയ്യണം, നന്നായി ഭക്ഷണം കഴിക്കണം, ജോലിയിൽ ശ്രദ്ധിക്കണം, സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങൾ. ട്രെയിനിനകത്ത് കയറി സീറ്റിലിരിക്കുമ്പോഴും അയാൾ അച്ഛനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. നിരങ്ങി നീങ്ങി തുടങ്ങിയ ട്രെയിനിൻ്റെ ജാലകത്തിലൂടെ തന്നെ പിന്തുടരുന്ന ദൈന്യത നിറഞ്ഞ അച്ഛൻ്റെ കണ്ണുകൾ അയാൾ കണ്ടു. അച്ഛൻ ട്രെയിനിനൊപ്പം നടക്കുകയാണ്. ആ നോട്ടം അയാളുടെ കണ്ണുകളിലേക്ക് തന്നെയാണ്. വേഗതയേറി കൺമുന്നിൽ നിന്നും മറഞ്ഞപ്പോൾ വിലപ്പെട്ടതെന്തോ നഷ്ടമായ വേദന. മുംബൈയിൽ നിന്നും ഗൾഫിലേക്കുള്ള വിമാനയാത്രയിലും അയാളുടെ മനസ്സിൽ അച്ഛൻ്റെ രൂപമായിരുന്നു, ആ നോട്ടമായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ലേബർ ക്യാമ്പിലെത്തിയപ്പോഴാണ് ആ വാർത്ത അയാൾ കേട്ടത്. കൊഴിഞ്ഞു പോകുന്ന ഡിസംബറിനൊപ്പം തൻ്റെ അച്ഛൻ്റെ സ്നേഹവും നഷ്ടമായി എന്ന വാർത്ത. ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന തൻ്റെ മുറിയിൽ വന്ന് കമ്പനിയുടെ ഫോർമാൻ മധ്യപ്രദേശുകാരൻ ഫരീദ് ഭായിയാണ് ആ ദുഃഖവാർത്ത അറിയിച്ചത്. തൻ്റെ ഫോണിലേക്ക് നാട്ടിൽ നിന്നും ആരും വിളിച്ചിരുന്നേയില്ല. വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ആരും തന്നെ നേരിട്ടറിയിക്കേണ്ട എന്ന് കരുതി കാണും. ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന അയൽവാസിയായ സുഹൃത്തിനെ അവർ വിവരങ്ങൾ കൈമാറിയതും അതുകൊണ്ടാവാം. സഹപ്രവർത്തകരും അടുത്ത മുറിയിൽ താമസിക്കുന്നവരുമെല്ലാം ആശ്വാസവാക്കുകളുമായി എത്തി. നാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ചർച്ചകൾ. ശമ്പളം പോലും കുടിശ്ശികയുള്ള ഊരും പേരുമില്ലാത്ത കമ്പനിയിൽ നിന്നും തിടുക്കത്തിൽ ഒരു തിരിച്ചുയാത്ര. ശ്രമങ്ങളെല്ലാം അന്ന് വിഫലമായി. കരഞ്ഞും പലതും ഓർത്ത് എങ്ങലടിച്ചും മുറിയിൽ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ. ഏറെ ഇഷ്ടമെങ്കിലും പാടുവാൻ മനസ്സു വരാതെ പലകുറി മാറ്റിവെച്ച പ്രശസ്തമായ വയലാർ കവിത അന്നയാൾ ഉറക്കെ പാടി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ താങ്ങി പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു. കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങി കവിത പൂർത്തിയാക്കാനാവാതെ നിശബ്ദനായി തേങ്ങുമ്പോൾ അരികത്ത് സഹപ്രവർത്തകനായ വങ്കനാട്ടുകാരൻ്റെ സ്വരം. അരെ ക്യാ ഹോ ഗയാ? ബാപ്ക യാദായ? ബൈഠോ ബൈഠോ ആരാം കറോ. കഷ്ടപ്പാടിൻ്റെ 2 വർഷങ്ങൾ പൂർത്തിയാക്കി കമ്പനി ടിക്കറ്റിൽ മടക്കയാത്ര നാട്ടിലേക്ക്. നാടിൻ്റെ മാറ്റം, മൗനം, കണക്കെടുപ്പിലെ നഷ്ടം. ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ആകെ വിജനമായിരിക്കുന്നു. കായലിന് കുറുകെ പുതിയ പാലം പണിയുന്നതിനാൽ യാത്രാ ട്രെയിനുകൾ ഇപ്പോൾ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുന്നില്ല. തുറമുഖത്ത് കപ്പലിൽ വന്നിറങ്ങുന്ന ധാന്യങ്ങളും മറ്റും കയറ്റിപ്പോകുകയും കപ്പലിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ചരക്കുകളുമായി എത്തുന്ന ഗുഡ്സ് ട്രെയിനുകൾ മാത്രമാണ് ഇന്നിവിടെ വന്നു പോകുന്നത്. പാളങ്ങൾക്കിടയിൽ പുല്ലും മറ്റു ചെറുചെടികളും വളർന്നു പൊങ്ങിയിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ തൂണുകൾക്ക് കീഴെയും സിമൻ്റ് ബെഞ്ചുകളിലും മുഷിഞ്ഞ തുണിക്കെട്ടുകളുമായി നാടോടി സംഘങ്ങളും യാചകരും തമ്പടിച്ചിരിക്കുന്നു.
പ്ലാറ്റ്ഫോമിൻ്റെ പല ഭാഗങ്ങളിലായി കിടന്ന് അയവിറക്കുന്ന കന്നുകാലികൾ. ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഷെഡും എല്ലാം പഴയപടി തന്നെ. മുഷിഞ്ഞ് നിറം മങ്ങിയ ഭിത്തികളിൽ ആരോ കരികൊണ്ട് കോറിയിട്ട കുസൃതി ചിത്രങ്ങൾ. ഒരാൾക്ക് കടക്കുവാൻ കഴിയുന്ന രീതിയിൽ വഴിയൊരുക്കി അടച്ചിട്ടിരുന്ന കൊളാപ്സിബിൾ ഗേറ്റിലൂടെ അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. മനസ്സിലെവിടെയോ നൊമ്പരം ചേക്കേറുന്ന പോലെ അയാൾ ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. ഓരോ കാൽവയ്പിലും ഓർമ്മകളുടെ നനവ്. അന്നു താൻ കയറിയ കമ്പാർട്ട്മെൻറ്റ് കിടന്ന സ്ഥലവും തന്നെ യാത്രയാക്കുവാൻ അച്ഛൻ നിന്ന ഇടവും അയാൾ പരതിക്കൊണ്ടേയിരുന്നു. ഇവിടെയാണ് തൻ്റെ അച്ഛൻ നിന്നത്. ഇവിടെ വച്ചാണ് താൻ അച്ഛനെ അവസാനമായി കണ്ടത്. ഇവിടെ നിന്നാണ് സ്നേഹാർദ്രമായ ആ മിഴികൾ തന്നെ പിന്തുടർന്ന് യാത്രയാക്കിയത്. മനസ്സിൽ ഒരു നൊമ്പരക്കടൽ ആർത്തിരമ്പുന്നു. അയാൾ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ വക്കോളമെത്തി. അപ്പോൾ കടലും കായലും താണ്ടി വന്ന ധാന്യങ്ങളുടെ മണമുള്ള കാറ്റ് അയാളെ തലോടിക്കൊണ്ടേയിരുന്നു.